പൊന്നാനി താലൂക്ക് വികസന സമിതിയിലെ തീരുമാനങ്ങൾ കടലാസിലൊതുങ്ങുന്നതിൽ രൂക്ഷ വിമർശനവുമായി പൊന്നാനി നഗരസഭാ ചെയർമാൻ. തീരുമാനങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതിനാൽ സഭയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കോസ്റ്റൽ മേഖലയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പട്ടികജാതിക്കാരും ഉൾപ്പെടുന്ന മേഖലയിൽ പരിശോധന നടത്തി റിപ്പോർട്ട് ശരിയാക്കി അടുത്ത പട്ടയമേളയിൽ നിർബന്ധമായിട്ടും പട്ടയം കൊടുക്കാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടതാണ്. 5770 പേർക്ക് പട്ടയം കൊടുത്ത് മലപ്പുറം ജില്ലയ്ക്ക് കഴിഞ്ഞ ദിവസം. അതിന് നമ്മുടെ പൊന്നാനിയുടെ ഒരു പട്ടയം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ഉദ്യോഗസ്ഥരാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ ഈ താലൂസഭ പ്രമേയം പാസ്സാക്കണം. എനിക്കൊരു കാരണം ഈ കുടികിടപ്പ് കുറെ പതിറ്റാണ്ടുകളായി കുടികിടപ്പ് കിടക്കുന്ന തങ്ങളുടെ ഈ ഭൂമിക്ക് പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ നീങ്ങുന്നത്. ഉദ്യോഗസ്ഥരെ അവർ സ്പോട്ട് പോയി അളന്ന് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് അടുത്ത പട്ടയമേളയെ കിട്ടും പറഞ്ഞിട്ട് പട്ടയം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളെന്ന് നമ്മുടെ പൊതുപ്രവർത്തകർ എന്താ അവരോട് മറുപടി പറയാം? എന്താ നമുക്ക് പറയാനുള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അങ്ങനെ ആ ഒരു വിഷയത്തെ കുറിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടായ അലംഭാവം, പ്രത്യേകിച്ച് പൊന്നാനി താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, ഗുരുതരമായ അനാസ്ഥ. അതുകൊണ്ടാണ് ഒരാൾ പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് വളരെ ഗൗരവമാണ്. ഓരോ മാസവും ചേരുന്ന താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനാൽ തുടർ സഭകളിലും ഇതേ വിഷയം ഉയർന്നുവരുന്നത് പതിവായതോടെയാണ് ഉദ്യോഗസ്ഥ സമീപനത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം ജില്ലാതല പട്ടയമേളയിൽ പൊന്നാനി നഗരസഭാ പരിധിയിലെ ഒരാൾക്ക് പോലും പട്ടയം ലഭിച്ചില്ലെന്നത് പരാതി ഉയർന്നു. മലപ്പുറം ജില്ലയിൽ 5370 പേർക്ക് പട്ടയം ലഭിച്ചതിൽ ഒരാൾ പോലും പൊന്നാനിയിൽ നിന്ന് പട്ടയം ലഭിക്കാത്തതിന് ഉത്തരവാദികൾ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. വേനൽ കനത്തിട്ടും കുടിവെള്ള വിതരണം നടത്താൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാത്തതിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ഈ നിലപാട് മൂലം ലക്ഷങ്ങളുടെ ബാധ്യതയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഉത്തരവാദികളാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പൊന്നാനി കടൽ തീരത്ത് ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലം നഗരസഭയ്ക്ക് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പൊന്നാനി തഹസിൽദാറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ, മന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.